വ്യത്യാസമില്ലാത്ത മുക്കുവന്മാരായ ആൾക്കാരെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാക്കുമ്പോൾ ക്രിസ്തു അവരോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു മൊഴിയെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നാണ്. മീനിനെ പിടിച്ചുകൊണ്ട് നടന്ന് നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. നമ്മൾ ഓരോരുത്തരും മനുഷ്യരെ പിടിക്കുന്നവരാണ്. അതായത് ഹ്യൂമൻ റിലേഷൻഷിപ്പുകളിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം അടിസ്ഥാനം. നമ്മളൊരു മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഉണർവ്. ഓരോ മനുഷ്യനും ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം, അവൻ വളരെ ഒരു പ്രസ്ഥാനം തന്നെയാണ്. ഓരോ മനുഷ്യനും അവൻ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ, അവൻ്റേതായ അറിവുകൾ, അവൻ്റേതായ കാര്യങ്ങൾ മറ്റ് ഒരു ലോകത്തിലുള്ള ഒരാൾക്കും ഇല്ലാത്ത രീതിയിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഒരു കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ, കയ്യിലെ വിരലടയാളങ്ങൾ പോലെ ഓരോ മനുഷ്യനും കടന്നു വന്ന ജീവിത പന്താവുകൾ വ്യത്യാസമാണ്, അവൻ്റെ സുഹൃത്തുക്കൾ വ്യത്യാസമാണ്, അവൻ്റെ മാതാപിതാക്കൾ വ്യത്യാസമാണ്, അവൻ്റെ സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. അതുകൊണ്ട് അവൻ ഒരു പ്രസ്ഥാനം തന്നെയാണ്. അവനെയാണ് നമ്മൾ പരിചയപ്പെടുവാനായിട്ട് പോകുന്നത്. ഒരു മനുഷ്യനെ പരിചയപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. പലപ്പോഴും വിദേശ രാജ്യങ്ങളിലും ഇപ്പോഴും ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വെറും ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി മാത്രം ഗ്യാതറിങ്ങുകൾ സംഘടിപ്പിച്ച് മറ്റുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കും. ഒരു 5 ദിവസം 10 ദിവസം ഒരു സ്ഥലത്തായിട്ട് ആൾക്കാരെ മനസ്സിലാക്കുന്ന പല പല പ്രസ്ഥാനങ്ങളുണ്ട്. അത് മിക്കവാറും കോടീശ്വരന്മാരൊക്കെ തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. ലോകത്തിലെ എണ്ണമറ്റ ചില ക്ലബ്ബുകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആൾക്കാരെ പരിചയപ്പെടുവാൻ വേണ്ടി മാത്രം ഒരു 5 ദിവസത്തേക്ക് ഒരു സ്ഥലത്ത് ഒത്തുകൂടുക. മറ്റു മനുഷ്യരെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു വലിയ അറിവിൻ്റെ ഭണ്ഡാരമാണ് നമ്മളിലേക്ക് തുറന്നു വരുന്നത്. ഓരോ മനുഷ്യനെയും പരിചയപ്പെടുക. കീപ്പ് എവരി പേഴ്സൺ അസ് യു കംസ് ഇൻ ടു കോൺടാക്ട് അസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഓൺ എർത്ത്. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും ഈ ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയായി കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. അത് ഏത് തരത്തിലുള്ള മനുഷ്യനാണെങ്കിലും ആ ഒരു മനുഷ്യനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അതൊരു പ്രസ്ഥാനമാണെന്നുള്ള രീതിയിൽ നമ്മൾ പരിചയപ്പെടുക. അപ്പോൾ നമുക്ക് ഓരോ മനുഷ്യനെയും പരിചയപ്പെടാൻ തോന്നും. ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ശക്തമായ അടിത്തറയിലാണ് ഓരോ മനുഷ്യനും. എത്ര നല്ല ഹ്യൂമൻ റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു, അത്രയും ഒരു മനുഷ്യൻ വളരും. അതേസമയം പുസ്തകങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന അറിവുകളെക്കാട്ടിൽ നമുക്ക് നേരിട്ടൊരു മനുഷ്യനുമായിട്ടുള്ള അറിവാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ, ഡോപ്പമിൻ എന്ന ഹാപ്പി ഹോർമോൺസുകളെല്ലാം വർദ്ധിക്കുന്ന മനുഷ്യനുമായിട്ടുള്ള കോൺടാക്റ്റ് ഉള്ളപ്പോഴാണ്. നമ്മൾ അടച്ചൊരു സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് ഏകാന്തതയൊക്കെ ആവശ്യമാണ്. പക്ഷേ അടച്ചിരിക്കുന്ന സ്ഥലത്തിരിക്കുമ്പോൾ നമ്മുടെ ഇതെല്ലാം കുറയുകയാണ്, ഹാപ്പി ഹോർമോൺസ് കുറയാണ്. ഹ്യൂമൻ റിലേഷൻഷിപ്പുകളിൽ കൂടിയാണ് നമുക്ക് സന്തോഷത്തിൻ്റെ എല്ലാ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ല മനുഷ്യബന്ധങ്ങളിലാണ് ഇങ്ങനെയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് പെരുമാറാനും നല്ല രീതിയിൽ മറ്റുള്ളവരെ കരുതാനും ഒക്കെ കഴിയുമ്പോൾ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ഒരു വലിയൊരിതാണ്. നമ്മൾ ഏകാന്തതയിൽ അനുഭവിക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ലാത്തൊരു വ്യക്തിയെ പോയി കാണുക, അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ പോയി കാണുക, ഇതൊക്കെ നമുക്ക് തന്നെ വ്യക്തിത്വത്തിന് ഉണർവ് നൽകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. നമ്മളെ ഒരു മനുഷ്യൻ നമുക്ക് വെറുക്കത്തക്കരായിട്ട് ഈ ഭൂമിയിലില്ല. എല്ലാവരെയും സ്നേഹത്തോടെ കാണുക. അവരൊരു പ്രസ്ഥാനം തന്നെയാണ്. അവരിൽ നിന്ന് ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മുടെ അറിവിൻ്റെ ചക്രവാളങ്ങളെ വിസ്തൃതമാക്കും, സ്നേഹത്തിൻ്റെ ചക്രവാളങ്ങളെ വിസ്തൃതമാക്കും. അതുപോലെ നമുക്ക് സന്തോഷത്തിൻ്റെ ചക്രവാളങ്ങളെ നമുക്ക് വിസ്തൃതമാക്കും. ഹ്യൂമൻ റിലേഷൻഷിപ്പുകൾ വരുന്നവർക്കാണ് ആയുസ് കൂടുതലുള്ളതെന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പ് വളർത്തുവാൻ ശ്രമിക്കുക. നന്ദി.